ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വളരെ ക്വിക്കായിട്ടൊരു വീഡിയോ ചെയ്യാം. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ലാസ്റ്റ് 2 വീക്സ് ആയിട്ട്. അതായത് ഇറാൻ, ഇസ്രായേൽ, US യുദ്ധം തുടങ്ങിയതിനു ശേഷം. അപ്പം കഴിഞ്ഞ ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നും ഒരു 10%ഓളം സ്റ്റോക്ക് മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 വീക്സിൽ ഇറാൻ യുദ്ധത്തിന്റെ ഒരു 5%ഓളമാണ് മാർക്കറ്റ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഒരു ഡിസ്ക്ലൈമർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു അഡ്വൈസ് ആയിട്ട് എടുത്ത് അതിനെ ആധാരമാക്കി എന്തെങ്കിലും തീരുമാനമെടുത്ത് അത് തെറ്റായി പോയെങ്കിൽ കാരണക്കാർ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണെന്നൊരു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാര്യം ഇതൊരു അഡ്വൈസ് അല്ല, ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ നിങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ നിങ്ങളെ എക്സ്പെർട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് അഡ്വൈസ് അല്ല, ഇത് അഭിപ്രായം മാത്രമാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കഴിഞ്ഞ 1.5 വർഷമായിട്ട് മാർക്കറ്റ് ഫ്ലാറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഉയർച്ചയില്ല താഴ്ചയില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ആ സമയത്താണ് ഇപ്പൊ ഇങ്ങനെ ഇറാൻ ഇസ്രായേൽ US വാർ ഉണ്ടാകുന്നതും അത് നാച്ചുറലി ഒരു വോളറ്റൈൽ സിറ്റുവേഷൻ എസ്പെഷ്യലി ഏഷ്യയിലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിണത ഫലങ്ങളാണ് നമ്മളിപ്പം മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങള് നമുക്ക് ഊഹിക്കാവുന്നത് തന്നെ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് അൺസർട്ടൻറ്റി എന്ന മാർക്കറ്റ്, വോളറ്റൈൽ മാർക്കറ്റ്, അതായത് ഓയിൽ മാർക്കറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇപ്പം $100 പെർ ബാരൽ $100 കവിഞ്ഞു. അത് 120, 150, 200 ആകുമെന്നൊക്കെ പ്രവചിക്കുന്നു. കാര്യം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രൊഡക്ഷൻ കുറയുന്ന ഒത്തിരി ഓയിൽ ഫെസിലിറ്റികൾ പല രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലേതും ഇറാന്റെ ഉൾപ്പെടെ താറുമാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉണ്ടാക്കുന്ന ഓയിൽ തന്നെ, അതായത് ഖനനം ചെയ്യുന്ന ഓയിൽ തന്നെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ഈ ഹർമോസ് എന്ന് പറയുന്ന കടലിടുക്കി കൂടാണ് ഒരു 20% ഓയിൽ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ അത് അവിടെ വളരെ റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ അതിലെ വളരെ വളരെ നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ അതിലൂടെ മൂവ്മെന്റ് നടക്കുന്നുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഓയില്, ഗ്യാസ് പോലുള്ള കാര്യങ്ങളൊന്നും പല രാജ്യങ്ങൾക്കും ലഭ്യമാകുന്നില്ല. അപ്പൊ അതിന്റെ ലിമിറ്റ് സപ്ലൈ കുറയുമ്പോൾ നാച്ചുറലി പ്രൈസ് കൂടുക എന്നുള്ളതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പ്രൈസ് കൂടുമ്പോൾ, ഓയിൽ പ്രൈസ് കൂടുമ്പം ഈ ഓയില് ഇമ്പോർട്ട് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്ന പല രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും. അത് അവരുടെ കറൻസികളെ ബാധിക്കും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഡോളർ സ്ട്രോങ് ആവുകയും റുപ്പി വീക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്, കാര്യം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വില കൂടുമ്പം, ഓയിൽ കൂടുമ്പം അതിന്റെ നമ്മളുടെ ഇമ്പോർട്ട് ബില്ലുകൾ കൂടുകയും അതുകൊണ്ട് നമ്മുടെ കറണ്ട് ഡെഫിസിറ്റ് കൂടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ ഇത് പല രീതിയിൽ എക്കണോമിയെ ബാധിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ പരിണത ഫലങ്ങളാണ് മാർക്കറ്റിൽ കണ്ടത്. മാർക്കറ്റിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് വോളറ്റാലിറ്റി, രണ്ടാമത് അൺസർട്ടൻറ്റി രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ രണ്ടാമത് ഇത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഇൻഫ്ലേഷൻ, എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടാകുക. കാര്യം ഓയിൽ പ്രൈസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് കാരണം അടിക്കുന്ന പെട്രോളിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഡീസലിന്റെ കോസ്റ്റ് മാത്രമല്ല, ഇത് എല്ലാം ചരക്കുകള് മൂവ് ചെയ്യുന്ന പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി, അതെല്ലാ സാധനങ്ങളെയും അതിന്റെ കോസ്റ്റിനെ ബാധിക്കുമല്ലോ. നമുക്കറിയാം. ഇപ്പം ഫ്ലൈറ്റ് അല്ലെങ്കിൽ അതുപോലെ റോഡ് ട്രാൻസ്പോർട്ടേഷന് മാത്രമല്ല, റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ ആണല്ലോ ചരക്കുകൾ മൂവ് ചെയ്യുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് എസ്കലേഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു നോർമൽ കാര്യമാണ്. പിന്നെ അപ്പൊ അത് പിന്നെ അതുപോലെ ഈ കമ്പനികളുടെ കോർപ്പറേറ്റ് ഡിമാൻഡുകൾ കുറയും അതുമൂലം. അതുപോലെ അവരുടെ പ്രോഫിറ്റുകളെ ബാധിക്കും. പ്രോഫിറ്റുകളെ ബാധിക്കുമ്പം അവരുടെ ഷെയറുകളെ മാർക്കറ്റിൽ ബാധിക്കും.
ഇതൊക്കെയാണ് ഇതുകൊണ്ടൊക്കെയാണ് മാർക്കറ്റിന്റെ സെന്റിമെന്റ് മാറുന്നതും സെല്ലിംഗ് ചെയ്യുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് താഴ്ന്ന സമയത്ത് പലരും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വരെ ഈ അവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ വിറ്റ് പൈസ ആക്കാൻ. കാര്യം പാനിക് സെല്ലിന്റെ പോലാണ്. കാര്യം ഇതിനായിട്ട് ഇനി വീണ്ടും ലാഭം നഷ്ടം, പിന്നെ ഇത് താഴെ പോവാണെങ്കിൽ നഷ്ടം ഉണ്ടാവും എന്നുള്ള ഒരു പാനിക്കാണ് എസ്പെഷ്യലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിറ്റുമാറ്റുന്നത്. ഇതിനകത്ത് ഒരു തിയറി ഉണ്ട്. ഞാൻ ഈ അഭിപ്രായമാണ് പറയുന്നത്. ഒരു തിയറി എന്താണെന്ന് ചോദിച്ചാല് നമ്മള് മാർക്കറ്റ് താഴുമ്പോൾ വാങ്ങിക്കുകയും പിന്നെ ഉയരുമ്പം വിൽക്കുകയും ചെയ്യണമെന്നാണ്. പക്ഷെ പലരും ചെയ്യുന്നത് മാർക്കറ്റ് മേലോട്ട് പോകുമ്പോൾ വാങ്ങിക്കും. അപ്പോൾ എക്സ്പെൻസീവ് ആണ് നമ്മൾ വാങ്ങിക്കുന്ന സാധനം, വാങ്ങിക്കുന്ന സ്റ്റോക്ക് ആയാലും അല്ലെങ്കിൽ എന്തായാലും. അതേസമയം മാർക്കറ്റ് താഴുന്ന സമയത്ത് ഇത് ചീപ്പായിരിക്കും. അപ്പൊ ആ സമയത്താണ് ആക്ച്വലി വാങ്ങിക്കേണ്ടത്. പലരും ചെയ്യുന്ന ആ സമയത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അത് പാനിക് സെയിലാണ്. അത് നമ്മുടെ ഒരു സൈക്കോളജിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ആക്ച്വലി. അപ്പൊ അത് ഒരു തെറ്റായ പ്രവണതയാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പം ഇപ്പം നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ സ്റ്റോക്കോ അല്ലെങ്കിൽ മറ്റുള്ള കുറച്ചുകൂടെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ എന്നിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ മാർക്കറ്റ് എത്ര വോളറ്റൈൽ ആയാലും എത്ര മാത്രം ഇത് ചെയ്താലും ലോങ് ടൈം, അതായത് 2-3 ഇയേഴ്സിന്റെ ആ ലോങ് ടൈമില് മാർക്കറ്റ് എപ്പോഴും മുകളിലോട്ടേ പോയിട്ടുണ്ട്. മനസ്സിലായി? ഇതിപ്പം നമ്മളിപ്പം കഴിഞ്ഞ 84,000 സെൻസെക്സ് താഴെ വന്നിട്ട് 74,000 ആയി എന്നുള്ള ഒരു സിറ്റുവേഷനിലും ഇത് കമ്പാക്ക് എന്നതാണ്. ഇതിപ്പോ ഈ ഇറാൻ മേ ബി ഒരു 1 to 2 വീക്സിൽ ഈ വാർ തീരുമാനിക്കുക. തീരുന്ന കഴിയുമ്പോൾ ഗ്രാജുവലി അത് തിരിച്ചു വരികയും ഇന്നത്തെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും മേലെ പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പൊ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ഗുണമുണ്ടാവും എന്നുള്ളതും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അപ്പം പിന്നെ അതുപോലെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രഷ്യസ് മെറ്റൽസ്, അതായത് ഗോൾഡ്, സിൽവർ ഒക്കെ നോർമലി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രൈസ് ശരിക്കും കുറെ നാളുകളായിട്ട് ഗോൾഡിന്റെ കൂടി. പക്ഷെ ഈ വാർ ഉണ്ടായ ശേഷം ഇപ്പൊ കടുത്ത സമയങ്ങളിൽ താഴെ പോയി എന്നുള്ളതാണ് സത്യം. അത് നോർമലി സംഭവിക്കാൻ പാടില്ല. ഇതിന്റെ കാരണം, രണ്ട് കാരണമുണ്ട്. ഒന്ന് സെല്ലിംഗ് ആണ്. ഈ പറഞ്ഞ സ്റ്റോക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആൾക്കാരെ ഇത് ഒരു സെല്ലിംഗ് പ്രശ്നം ഉണ്ടായി, ഇത് വിറ്റ് മാറ്റുക എന്നുള്ളൊരു സംഭവം. പിന്നെ രണ്ടാമത് ഡോളർ സ്ട്രോങ് ആയതുകൊണ്ട് ഈ മറ്റുള്ള കറൻസി ഉപയോഗിച്ച് ഗോൾഡ് വാങ്ങിക്കുന്നവർക്ക് എക്സ്പെൻസീവ് ആയി മാറി. അപ്പോൾ അതും ഒരു കാരണമാണ്. പക്ഷെ അത് ഒരു വളരെ ടെമ്പററി ആയിട്ടാണ് വരുന്നത്. കാര്യം ഈ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലുള്ള മറ്റുള്ള മാർക്കറ്റുകളൊക്കെ തകരുന്ന സമയത്ത് ഗോൾഡ് ആണ് ഓൾവേസ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഈ യുദ്ധം 1 to 2 വീക്സിൽ തീരുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ആയിത്തീരട്ടെ. കാര്യം ഇപ്പം ഇറാൻ ആക്ച്വലി യുദ്ധം തീർക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ എന്ന് ട്രംപ് പറയുന്നു. ട്രംപ് ആണെങ്കിൽ പറയുന്നത് അവരുടെ ടേംസ് ഒന്നും നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് യുദ്ധം മുന്നോട്ട് തന്നെ പോകും എന്നൊക്കെയാണ് ട്രംപിന്റെ വാദം. പക്ഷെ യുദ്ധം ഇത്രയും നാള് മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. കാര്യം ഇത് പല എക്കണോമികളെ, എസ്പെഷ്യലി ഏഷ്യൻ എക്കണോമികളെ ഒക്കെ ഇത് ചെയ്യും. അപ്പൊ US-ന്റെ മേഖലയിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ പോലും പ്രശ്നം ഉണ്ടാവും. അവരുടെ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഒക്കെ ബാധിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് യുദ്ധം എത്രയും വേഗം തീരും എന്നുള്ളത് തന്നെയാണ് കാര്യം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇത് എത്രയും വേഗം തീർക്കണം. കാര്യം അവരുടെ രാജ്യത്തുള്ള സമാധാനം, അവരുടെ സെക്യൂരിറ്റിയും അവരുടെ എക്കണോമി ഒക്കെ അവർക്കിപ്പം ശരിയാണ്, ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടി. പക്ഷെ അതുകൊണ്ട് മാത്രം പറ്റില്ല. കാര്യം പ്രൊഡക്ഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിസ്റ്റർബ് ചെയ്യുകയും ഇത് കുറയുകയും ചെയ്തുകൊണ്ട് അവർക്ക് അതുകൊണ്ട് പ്രൈസ് ഇൻക്രീസ് അവരുടെ പ്രൊഡക്ഷന്റെ കുറവിലുള്ള മേക്കപ്പ് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എനിവേ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പക്ഷെ ഇത് ജസ്റ്റ് എന്റെ ഒരു അഭിപ്രായമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇന്നത്തെ അവസ്ഥ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ് മീ, and we'll be back with another video soon. Thank you.